The nurse is planning care for several children who were admitted during the shift. Daily weight should be the plan of care for the child who is receiving. മീൻസ് ഒരു ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ പീഡിയാട്രിക് വാർഡാണിത്. വാർഡിൽ ഒന്നിലധികം ബേബീസ് ഉണ്ട്. ഇതിൽ ഏത് ബേബിക്കാണ് ഡെയിലി വെയിറ്റ് എടുക്കേണ്ടത്, അതായത് ഇതിലേത് ഇൻ്റർവെൻഷനിലുള്ള ബേബിയാണ് ഡെയിലി വെയിറ്റ് എടുക്കേണ്ടത്, ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് TPN, ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ, സപ്ലിമെൻ്റ് ഓക്സിജൻ, ഇൻട്രാവീനസ് ആൻറ്റി ഇൻഫെക്റ്റീവ്, ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ഓരോ ബേബീസും കിട്ടുന്ന മെഡിക്കേഷൻ, അതായത് ഇൻ്റർവെൻഷനാണ് ഇതിൽ പറയുന്നത്. ഇതിലേത് ബേബിക്കാണ് എല്ലാ ദിവസവും വെയിറ്റ് എടുക്കേണ്ടത്. ഫസ്റ്റ് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ. ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ മീൻസ് വെയിറ്റ് ഗെയിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യണം. സപ്ലിമെൻ്റ് ഓക്സിജൻ കിട്ടുന്ന ഒരു ബേബിക്ക് ഡെയിലി വെയിറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസോർഡറിനോട് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കണം ബേബി ഓക്സിജൻ ലഭിക്കുന്നത്. കാരണം റിനൽ ഡിസീസ്, കാർഡിയാക് ഡിസീസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും സിസ്റ്റമിക് ഡിസോർഡറിനോട് അസോസിയേറ്റഡ് ആയിട്ടാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ജസ്റ്റ് സപ്ലിമെൻ്റ് ഓക്സിജൻ ആണ്. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻട്രാവീനസ് ആൻറ്റി ഇൻഫെക്റ്റീവ് കിട്ടുന്നതിന് വെയിറ്റ് ആയിട്ട് യാതൊരു റിലവൻസും ഇല്ലാത്തതുകൊണ്ട് അതും എലിമിനേറ്റ് ചെയ്യണം. ചെസ്റ്റ് ഫിസിയോതെറാപ്പിയും വെയിറ്റും തമ്മിലും യാതൊരു ബന്ധവുമില്ല. ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് മാത്രമാണ് അതിൻ്റെ റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ എന്തെങ്കിലും വെയിറ്റ് റിലേറ്റഡ് ആയിട്ടോ ബോഡിയുടെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസോർഡർ, എഡിമയുള്ള പേഷ്യൻ്റ്, അങ്ങനെയുള്ളൊരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ്, റീനൽ ഡിസീസ്, എസ്പെഷ്യലി നെഫ്രോട്ടിക് സിൻഡ്രം, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ ഡയോറസിസ്, ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന ബേബീസിനാണ് ഡെയിലി വെയിറ്റ് എടുക്കുന്നത്. ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനും കൊച്ചിൻ്റെ ന്യൂട്രീഷന് കൊടുക്കുന്നതാണ്. വേറെ IV ഫ്ലൂയിഡോ ഓറൽ ഫ്ലൂയിഡോ ഒന്നും എടുക്കുന്നില്ല. ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ മീൻസ് അത് മാത്രമാണ് ഒരു കൊച്ചിന് കിട്ടുന്ന ന്യൂട്രീഷൻ. സോ ആ ബേബിയുടെ വെയിറ്റ് ഡെയിലി എടുക്കേണ്ടതാണ്. ഇതിൻ്റെ ആൻസർ A ആണ്, TPN. നെക്സ്റ്റ്, the nurse is caring for a 4-year-old patient who with a diagnosis of cystic fibrosis and pneumonia. The child is feeling better on the 3rd day of the hospitalization and wants to play. What should be the best choice of entertainment? ഇതൊരു ബേബി, 4-year-old ബേബിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് ന്യൂമോണിയയാണ്. സിസ്റ്റിക് ഫൈബ്രോസിസിനോട് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും ന്യൂമോണിയ വരുന്നത്. കാരണം ബോഡിയിലെ എല്ലാ മ്യൂക്കസ് മെമ്പറൈനും സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഡിസീസ് അതാണ്, അതിന് റിലേറ്റഡ് ആയിട്ടാണ് ന്യൂമോണിയ. സോ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അതിനേക്ക് ലീഡ് ചെയ്യുമെന്ന് ഓർക്കും, പക്ഷേ അതല്ല ക്വസ്റ്റ്യൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ കുട്ടിക്ക് ഹോസ്പിറ്റലൈസ് വാണ്ട്സ് ടു പ്ലേ എന്ത് പ്ലേ ആണ് നമ്മൾ ബെസ്റ്റായിട്ട് മീൻസ് അഡ്വൈസ് ചെയ്യേണ്ടത്, ഇതാണ് ക്വസ്റ്റ്യൻ. ബ്ലോവിങ് ബബിൾസ്, ലുക്കിംഗ് അറ്റ് പിക്ചർ, വാച്ചിങ് വീഡിയോസ്, റൈഡിങ് എ വേഗൺ. ഇതിൽ ഫസ്റ്റ് റൈഡിങ് എ വേഗൺ മീൻസ് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഹെവി ആയിട്ടുള്ള ഒരു പ്ലേ മെറ്റീരിയലോ അല്ലെങ്കിൽ പ്ലേ ആക്ടിവിറ്റീസിലോ ഈ കുട്ടി ഏർപ്പെടാൻ പാടില്ല. റൈഡിങ് സൈക്കിൾ അങ്ങനെയുള്ളതൊന്നും ഈ 4-year-old ബേബിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇത് എലിമിനേറ്റായി. വാച്ച് വീഡിയോ ആൻഡ് ലുക്കിംഗ് അറ്റ് പിക്ചർ ബുക്ക്, ഇത് രണ്ടും ഒരു പാസീവ് എക്സസൈസ് ആയിട്ടാണ് വരുന്നത്. പാസീവ് എക്സസൈസ് മീൻസ് ഇതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെയുള്ള ഓപ്ഷൻസാണ്. അതുകൊണ്ട് ഈ 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് ഒരു A ഓപ്ഷനാണ്, ബ്ലോയിങ് ബബിൾസ് ആണ്. അതായത് ഒത്തിരി എഫേർട്ടും വരുന്നില്ല, എന്നാൽ ഒരു ആക്റ്റീവ് മൂവ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ടും കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും ഓപ്ഷൻ A സാധിക്കുന്നതുകൊണ്ടും ഓപ്ഷൻ A ബ്ലോയിങ് ബബിൾസ് ആണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷനായിട്ട് വരുന്നത്. While caring for a patient with an ileostomy, the nurse would accept the ostomy to be located in which quadrant of the abdomen? ഇത് ക്വസ്റ്റ്യൻ ഇലിയോസ്റ്റമി ആണ്. ഇലിയോസ്റ്റമിയുടെ സൈറ്റ് അബ്ഡോമൻ്റെ ഏത് റീജിയനിലാണ് ഇലിയോസ്റ്റമി ഇടുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് റൈറ്റ് ലോവർ ക്വാഡ്രൻറ്റ്, ലെഫ്റ്റ് ലോവർ ക്വാഡ്രൻറ്റ്, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റ്, റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ്. അതിന് നമ്മൾ ഇലിയം എവിടെയായിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഇതാണ് ഒരു അബ്ഡോമിൻ്റെ റീജിയനായിട്ട്. ഇതിൻ്റെ അകത്ത് ഇത് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ്, മിഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പം. കാരണം നമ്മൾ ജസ്റ്റ് എവിടെയാണ് ഇലിയോസ്റ്റമി ഇടുന്നത് എന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത്.
റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിൻ്റെ അകത്ത് ലിവർ, ഗോൾ ബ്ലാഡർ, റൈറ്റ് കിഡ്നി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതല്ല, റൈറ്റ് ലെംബാർ ആണ് ഗോൾ ബ്ലാഡർ, ലിവർ, റൈറ്റ് കോളൻ ഇതിനാണ് റൈറ്റ് ഇലിയാക്ക്. ലോവർ ക്വാഡ്രൻറ്റിലായിട്ടാണ് ഇലിയം വരുന്നത്. ഇലിയോസ്റ്റമി എപ്പോഴും റൈറ്റ് ലോവർ ക്വാഡ്രൻറ്റിലായിരിക്കും. A patient has been assessed and found to have severe dysphagia and will need long-term nutritional support. Which one of the following type of feeding would most likely to be beneficial for this patient? ഇതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് പേഷ്യൻ്റ് ഡിസ്ഫാജിയ ആണ്, swallowing ഡിഫിക്കൽറ്റി ഉണ്ട്, പേഷ്യൻ്റ് നീഡ് ലോങ് ടൈം ന്യൂട്രീഷണൽ സപ്പോർട്ട്. കുറേ കാലത്തേക്ക് പേഷ്യൻറ്റിന് ന്യൂട്രീഷൻ നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കണം, ഓറലി എടുക്കാനോ സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് മീനിങ്. ഇതിലേറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീഡിങ് ടെക്നിക്ക്, ഈ പേഷ്യൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീഡിങ് ടെക്നിക്ക്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, ലോങ് ടൈം ന്യൂട്രീഷൻ ഒരിക്കലും നേസോഗ്യാസ്ട്രിക്കോ ഓറോഗ്യാസ്ട്രിക്കോ കൊടുക്കില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഓപ്ഷനിലേക്ക് പോകാനായിട്ട്. ഫസ്റ്റ് ഗ്യാസ്ട്രോസ്റ്റമി, പാരൻ്റൽ, നേസോഗ്യാസ്ട്രിക്, നേസോഡ്യൂഡിനൽ. ഇതിൽ പാരൻ്റൽ ന്യൂട്രീഷൻ IV ആണ്. പാരൻ്റൽ ന്യൂട്രീഷൻ IV. ലോങ് ടൈം ന്യൂട്രീഷൻ സപ്പോർട്ടിന് IV ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ TPN ഒക്കെ കൊടുക്കാം, അതൊരു ലിമിറ്റഡ് പീരീഡിലേക്കാണ്. കാരണം അതുകൊണ്ട് ഇൻഫെക്ഷൻ വരും. എപ്പോഴും TPN സെൻട്രൽ ലൈനിൽ കൂടിയൊക്കെ ആയതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ ഹൈ ചാൻസും പിന്നെ ലിപ്പിഡിമ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് പാരൻ്റൽ ന്യൂട്രീഷൻ ലോങ് ടൈമിന് റെക്കമെൻഡഡ് അല്ല. സോ നീഡ് ടു എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ ഫസ്റ്റ്. നേസോഗ്യാസ്ട്രിക് ഒരിക്കലും ലോങ് ടൈമിന് യൂസ് ചെയ്യില്ല. നേസോഗ്യാസ്ട്രിക്, ഓറൽ ഗ്യാസ്ട്രിക് ഫസ്റ്റ് തന്നെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണം, അതും എലിമിനേറ്റ് ചെയ്ത്. നേസോഡിയോഡിനൽ ഒരിക്കലും അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ടില്ല. എന്തെങ്കിലും സർജറി റിലേറ്റഡ് ആയിട്ട് വല്ലതും ആയിരിക്കും കൊടുക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ കോമൺ പ്രാക്ടീസ്. സോ ദാറ്റ് also we need to eliminate. Then what is remaining? Gastrostomy. Of course, long term patient dysphagia, that means swallowing difficulty. ഇങ്ങനെയുള്ള പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഫീഡിംഗ് ടെക്നിക്കാണ് ഗ്യാസ്ട്രോസ്റ്റമി. Next, the nurse is evaluating a patient with the end stage of chronic obstructive pulmonary disease, COPD. The patient has not achieved any of the goal in the plan of care. The spouse reports concern about the patient's mood and increased dependency. What action would the nurse take first? This is a prioritization question. Continue the care plan for 1 more month. Refer the patient psychiatric service. Collaborate with the patient and spouse to revise the care plan. Revise the care plan based on the spouse input. ഇതാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ആക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാ ഓപ്ഷനും ഓൾമോസ്റ്റ് റൈറ്റാണ്, ഒരു ഓപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷനും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കണ്ടിന്യൂ ദ കെയർ പ്ലാൻ ഫോർ 1 more month. ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ കെയർ പ്ലാൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഗോൾ ഒരു കാരണവശാലും കണ്ടിന്യൂ ചെയ്യരുത്. അൺലെസ് ഈസ് റിവൈസ് ചെയ്തു റീപ്ലാൻ ചെയ്യാതെ ആ സെയിം ഗോൾ പ്ലാൻ ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റഡ് ആണ്. റെഫർ ദ പേഷ്യൻ്റ് ടു സൈക്കാട്രിക് സർവീസ്. മേ ബി വി ക്യാൻ റെഫർ, ദാറ്റൊരു ലേറ്റർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ലേറ്റർ ഓപ്ഷനായിട്ട് മേ ബി വി ക്യാൻ, ഇഫ് ദ പേഷ്യൻ്റ് കണ്ടീഷൻ ഈസ് സംതിങ് റിലേറ്റഡ് ടു സംതിങ് നീഡ് ഫോർ റെഫറൽ, ദെൻ വി ക്യാൻ. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ആക്ഷൻ. അതുകൊണ്ട് സൈക്കാട്രിക് സർവീസ് ഫസ്റ്റ് ഓപ്ഷൻ അല്ല. D ഓപ്ഷൻ, റിവൈസ് ദ കെയർ പ്ലാൻ ബേസ്ഡ് ഓൺ ദ സ്പൗസ് ഇൻപുട്ട്. പേഷ്യൻറ്റ് സെൻറ്റേഡ്, ഫാമിലി സെൻറ്റേഡ് ആയിരിക്കും എപ്പോഴും കെയർ. അതുകൊണ്ട് തന്നെ എപ്പോഴും പേഷ്യൻസിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് സ്പൗസിൻ്റെ ഇൻപുട്ട് വെച്ച് മാത്രം ഒരു കെയർ പ്ലാൻ റിവൈസ് ചെയ്യാൻ പാടില്ല. കൊളാബറേറ്റ് വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് സ്പൗസ് ടു റിവൈസ് ദ കെയർ പ്ലാൻ. എപ്പോഴും പേഷ്യൻറ്റിനോടും എൻക്വയറി ചെയ്യണം, വാട്ട്സ് ദ റീസൺ, എന്തുകൊണ്ടാണ് ഇത് മെറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അതോടൊപ്പം സ്പൗസിന്, അങ്ങനെ 2 പേരുടെ ഒരു കൊളാബറേഷനിലുള്ള റീപ്ലാനിങ് ആണ് ഇതിന് വേണ്ടത്. സോ ഇതിൻ്റെ ആൻസർ C ആണ്. While caring for a child with a ventriculoperitoneal shunt revision, the nurse finds the patient lying with the head and feet flexed back. The nurse should call for help and prepare for an.
ദാറ്റ് മീൻസ് ഒരു ബേബി വെൻട്രിക്കുലർ പെരിറ്റോണിയം ഷണ്ട്, അതായത് ഹൈഡ്രോസെഫാലസിൻ്റെ മാനേജ്മെൻറ്റാണ് വെൻട്രിക്കുലർ പെരിറ്റോണിയം ഷണ്ട്. പെൻഡിക്കുലർ പെരിറ്റോണിയം ഷണ്ട് ചെയ്തു. ദ നേഴ്സ് അതിനുശേഷം ബേബിയുടെ ഹെഡ് ആൻഡ് ഫീറ്റ് ഫ്ലെക്സ്ഡ്, ബാക്ക്വേർഡ് ഫ്ലെക്സ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ ഒബ്സർവ് ചെയ്തു. സോ എന്ത് ആക്ഷനാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്പൈനൽ ടാപ്പ്, ഷണ്ട് കൾച്ചർ, ഇലക്ട്രോകാർഡിയോഗ്രാം, വെൻട്രിക്കുലാർ ടാപ്പ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ. ഓഫ് കോഴ്സ് വെൻട്രിക്കുലോ പെരിറ്റോണിയം ഷണ്ട് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് ഹെഡ് ആൻഡ് ഫീറ്റ് ഫ്ലെക്സ്ഡ് ബാക്ക് ആണെങ്കിൽ അതിനർത്ഥം വെൻട്രിക്കുലോ പെരിറ്റോണിയം ഷണ്ടിൽ കൂടിയുള്ള ഫ്ലോ നടക്കുന്നില്ല. ദാറ്റ് മീൻസ് സംതിങ് ഈസ് ഒബ്സ്ട്രക്റ്റിംഗ്, ദ ഷണ്ട് ഈസ് നോട്ട് ഫങ്ഷനിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഷണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. സ്പൈനൽ ടാപ്പ് ആവശ്യമില്ല, കാരണം സ്പൈനലായിട്ട് ബന്ധമില്ല. ഹെഡിലെ വെൻട്രിക്കിളിൽ നിന്ന് പെരിറ്റോണിയത്തിലേക്കാണ് ഷണ്ട് പോയിരിക്കുന്നത്. സോ സ്പൈനൽ ടാപ്പ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു യൂസും ഇല്ല. അതുകൊണ്ട് അത് മാത്രമല്ല ഇൻഫെക്ഷന് ചാൻസും ഉണ്ട്. ഷണ്ട് കൾച്ചർ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫീവറോ അങ്ങനെയുള്ള ചിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് വന്നാലാണ് ഷണ്ട് കൾച്ചർ വിടേണ്ടത്. ഇലക്ട്രോകാർഡിയോഗ്രാം യാതൊരു റിലവൻറ്റും അല്ല ഇവിടെ ഈ ഓപ്ഷനിൽ. സോ അതും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ലാസ്റ്റ് വെൻട്രിക്കുലാർ ടാപ്പാണ്. ദാറ്റ് മീൻസ് അവിടെ കളക്ഷൻ പൂളിംഗ് ഉണ്ട്, ഷണ്ട് ഈസ് നോട്ട് ഫങ്ഷനിങ്. അതുകൊണ്ട് വെൻട്രിക്കുലാർ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഡ്യൂറിങ് സർജറി റിക്വയറിംഗ് ജനറൽ അനസ്തേഷ്യ, ദ പേഷ്യൻ്റ് ഹാർട്ട് സ്റ്റോപ്സ് ആൻഡ് കറോട്ടിഡ് പൾസ് ഇസ് നോട്ട് പാൽപേറ്റഡ്. ഹൗ മെനി കംപ്രഷൻ പെർ മിനിറ്റ് ഷുഡ് ബി അഡ്മിനിസ്റ്റേഡ്. അതായത് കംപ്രഷൻ വെൻറ്റിലേഷൻ റേഷ്യോ, BLS, ഇതിൻ്റെ എല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് പോലെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഒരു മിനിറ്റിൽ പെർ മിനിറ്റിൽ എത്ര അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു അഡൽട്ടാണോ ബേബിയാണോ എന്ന് പറയുന്നില്ല, ന്യൂനൻ്റ് ആണെന്ന് പറയുന്നില്ലാത്തതുകൊണ്ട് 30 കംപ്രഷൻ ഇസ്റ്റ് 2 ബ്രീത്ത് ആയിട്ടാണ് വരുന്നത്. അത് 30 കംപ്രഷൻ ഒരു മിനിറ്റിലല്ല, ഒരു മിനിറ്റിൽ അറ്റ്ലീസ്റ്റ് 2, ഒരു 2.5-3 കംപ്രഷനെങ്കിലും വേണം. അതായത് 3 സൈക്കിൾ കംപ്രഷനെങ്കിലും വേണം. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഒരു കംപ്രഷനല്ല, എന്തായാലും 2 കംപ്രഷനും അല്ല ഒരു മിനിറ്റിൽ, അതിൽ കൂടുതൽ വേണം. അപ്പം 2 കംപ്രഷൻ വരുമ്പോൾ തന്നെ 60 ആവും. അപ്പോൾ 60 എബോവ് ഉള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നമുക്ക് വേണ്ടത്. 60 എബോവ് ഉള്ള, കാരണം 2 സൈക്കിളിൽ കൂടുതൽ എന്തായാലും ഒരു മിനിറ്റിൽ വരണം എന്നാണ്. സോ 50 അല്ല, 60 അല്ല, 2 സൈക്കിളിൽ കൂടുതൽ വേണം. ഇത് രണ്ടും റോങ് ആണ്. സോ പേഷ്യൻറ്റിന് 80 അല്ല, എപ്പോഴും 100 ആയിരിക്കും. ഒരു മിനിറ്റ് 100 കംപ്രഷനാണ് വേണ്ടത്. Nurse is caring for a patient who had major abdominal surgery under general anesthesia 4 hours ago. An appropriate goal for the patients including, അതായത് പേഷ്യൻറ്റിന് മേജർ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞു, ജനറൽ അനസ്തേഷ്യയിലാണ്. ദെൻ അപ്രോപ്രിയേറ്റ് ഗോൾ ഫോർ ദ പേഷ്യൻറ്റ്, ഇതിൻ്റെ അകത്ത് ഇതിലേതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഗോൾ? ഹാവിങ് മിനിമൽ ഫൈൻ ക്രാക്കിൾ ഇൻ ദ ബേസ് ഓഫ് ദ ലങ്. ഹാവിങ് മിനിമൽ, ഇത് പേഷ്യൻറ്റിന് അപ്രോപ്രിയേറ്റ് ഗോൾ ഫോർ ദ പേഷ്യൻറ്റ്, ഇതൊരു ഗോളല്ല. ഹാവിങ് മിനിമൽ ക്രാക്കിൾസ് ഇൻ ദ ബേസ് ഓഫ് ദ ലങ്, അതൊരു അസസ്മെൻ്റാണ്, അതൊരു ഗോളല്ല. അതുകൊണ്ട് തന്നെ അത് എലിമിനേറ്റ് ചെയ്തു. യൂസിങ് ദ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി എവറി 4 hourly. പേഷ്യൻ്റ് സ്റ്റിൽ 4 hours ആയിട്ടുള്ളൂ, ഈ സമയത്തുള്ള ഗോളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സ്പൈറോമെട്രി അല്ല, അത് ലേറ്റർ ഗോളാണ്. എക്സ്പെക്ട്രേറ്റിംഗ് മിനിമൽ എമൗണ്ട് ഓഫ് സെക്രീഷൻ. പേഷ്യൻ്റ് ജനറൽ അനസ്തേഷ്യ 4 hours ഒരിക്കലും എക്സ്പെക്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതും ഓപ്ഷൻ റൈറ്റ് അല്ല. ലേറ്റർ ക്യാൻ ഡു ഇറ്റ്. പെർഫോമിംഗ് കോഫിംഗ് എക്സസൈസ് എവറി അവർ വൈൽ എവേക്ക്. അതായത് പേഷ്യൻ്റ് വൺസ് എവേക്ക് ആയിക്കഴിഞ്ഞാൽ എൻകറേജ് ടു ട്രൈ ഫോർ കോഫിംഗ് എക്സസൈസ് എവറി 1 hourly. A home health nurse is visiting a patient who recently suffered a cerebrovascular accident, CVA. The nurse would most likely implement which of the following intervention to prevent muscle and ligament deformity? Muscle and ligament deformity ആണെങ്കിൽ എപ്പോഴും എക്സസൈസ് ആയിരിക്കും. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക.
അതോടൊപ്പം പേഷ്യൻ്റ് ഡയഗ്നോസിസ് ഓർക്കുക, അത് CVA ആണ്. റീസെൻ്റ്ലി സഫേർഡ് വിത്ത് CVA. ദാറ്റ് മീൻസ് ദ പേഷ്യൻ്റ് cannot do any active exercise. Just minimal exercise only patient can do. This is the patient condition. So first, daily moist heat and isometric exercise. Daily moist heat and isometric exercise ആണോ, daily balance training and routine medication for pain. Instruct patient to use non-affected side to perform activity of daily living, daily range of motion exercise. ഇതിൽ പേഷ്യൻ്റ് റീസെൻ്റ്ലി സഫേർഡ് കാർഡിയോവാസ്കുലർ ആക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് മോസ്റ്റ് ലൈക്ലി ഇംപ്ലിമെൻറ്റേഷൻ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, പ്രിവെൻറ്റ് മസിൽ ആൻഡ് ലിഗമെൻറ്റ് ഡിഫോമിറ്റിക്ക് ചെയ്യുന്നത് ഡെയിലി റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആയിരിക്കും. While the nurse is administering a large volume enema, the patient complains of cramping. The nurse should എപ്പോഴും എനിമയുടെ ഒരു കോംപ്ലിക്കേഷൻ പോലെ വരുന്നതാണ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫസ്റ്റ് ഫീൽ ആകുന്നതാണ് ക്രാമ്പിങ്, അബ്ഡോമിനൽ ക്രാമ്പിങ്. ഇങ്ങനെ ഒരു പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ചെയ്ത് അത് നേഴ്സ് ഷുഡ് ഡു വാട്ട് ടു ഡു ഇനീഷ്യലി. ഇൻക്രീസ് ദ ഫ്ലോ റേറ്റ്, ലോവർ ദ ഫ്ലൂയിഡ് കണ്ടെയ്നർ, എലിവേറ്റ് ദ ഹെഡ് ഓഫ് ദ ബെഡ്, ജെൻ്റലി മസാജ് ദ അബ്ഡോമൻ. ഇതാണ് ഓപ്ഷൻസ്. ഇതിൽ എപ്പോഴും എനിമയുടെ വോളിയം കൂടുന്നതുകൊണ്ടോ എപ്പോഴും ഫാസ്റ്റായിട്ട് എനിമ ഫ്ലൂയിഡ് പോകുന്നത് കൊണ്ടായിരിക്കും അബ്ഡോമിനൽ ക്രാമ്പിങ് വരുന്നത്. ഫാസ്റ്റായിട്ട് ഹൈറ്റിൽ നിന്ന് വരുമ്പോഴാണ് അബ്ഡോമിനൽ ക്രാമ്പിങ്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക. ഇൻക്രീസ് ദ ഫ്ലോ റേറ്റ്, സോ വി എലിമിനേറ്റഡ്. ഇലവേറ്റ് ദ ഹെഡ് ഓഫ് ദ ബെഡ്. ബെഡ് ഇലവേറ്റ് ചെയ്താൽ വീണ്ടും എങ്ങനെയാണ് പൊസിഷൻ കൊടുക്കുന്നതനുസരിച്ച് മേ ബി വീണ്ടും ഫാസ്റ്റായിട്ട് ഫ്ലൂയിഡ് പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് വീണ്ടും ക്രാമ്പിങ്ങിന് ചാൻസ് ആയതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുക. ജെൻ്റലി മെസ്സാജ് ദ അബ്ഡോമിൻ. ഈ മെസ്സാജ് ചെയ്യുന്നതും ഫ്ലൂയിഡ് പോകാനുള്ള ഒരു സപ്പോർട്ട് എന്ന രീതിയിലായതുകൊണ്ട് അതും എലിമിനേറ്റ് ചെയ്യുക. ഇത് ലോവർ ദ ഫ്ലൂയിഡ് കണ്ടെയ്നർ ലോവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കുറയുന്നത് കൊണ്ട് ഫ്ലൂയിഡ് ഫ്ലോ കുറയും. സോ അത് ക്രാമ്പിങ് റെഡ്യൂസ് ചെയ്യാൻ കാരണമാണ്. ഇതല്ലാതെ ഓരോ ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. സ്റ്റോപ്പ് ദ എനിമ ഓർ സ്റ്റോപ്പ് ദ പ്രൊസീജിയർ ആൻഡ് ഒബ്സർവ് ദ പേഷ്യൻ്റ് എന്നായിരുന്നെങ്കിൽ അത് ആദ്യം സെലക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ലോവർ ദ ഫ്ലൂയിഡ് കണ്ടെയ്നർ ആണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷനായിട്ട് വരുന്നത്. To decrease the incidence of aspiration of gastric content in a child hospitalized with severe pain. That means ഒരു ബേബി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. The reason is severe pain. But ഇതിൻ്റെ ആസ്പിരേഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. ക്വസ്റ്റ്യൻ. The nurse should position the head. ഏത് രീതിയിലാണ് പൊസിഷൻ ചെയ്യേണ്ടത് ആസ്പിരേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി? Flat except during meal. മീൻസ് ഫ്ലാറ്റായിട്ട് കിടത്തുക, മെയിലിലല്ലാതെ ബാക്കി എപ്പോഴും ഫ്ലാറ്റായിട്ട് കിടത്തുക. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും പേഷ്യൻറ്റിനെ ഫ്ലാറ്റായിട്ട് നമ്മൾ കിടത്തത്തില്ല. എലിവേറ്റ് 30 to 40 ഡിഗ്രി ഡ്യൂറിങ് മീൽ, എലിവേറ്റ് 15 to 30 ഡിഗ്രി ഫോർ 12 hours ആഫ്റ്റർ മീൽ, എലിവേറ്റ് 45 ഡിഗ്രി അറ്റ് ഓൾ ടൈം അല്ല, അത് പേഷ്യൻ്റെ കംഫോർട്ട് അനുസരിച്ചാണ്. ഇത് എലിമിനേറ്റ് ചെയ്തു. എലിവേറ്റ് 15 to 30 ഡിഗ്രി ഫോർ 12 hours ആഫ്റ്റർ മീൽ, അതും റോങ് ആണ്. എലിവേറ്റ് 30 to 45 ഡിഗ്രി ഡ്യൂറിങ് മീലിലാണ് ആസ്പിരേഷൻ. അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് കിടത്തിയാൽ വോമിറ്റിംഗ് ചെയ്ത് ആസ്പിരേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഡ്യൂറിങ് മീലിലാണ് ആസ്പിരേഷന് ചാൻസ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എലിവേറ്റ് 30 to 45 ഡിഗ്രി ഡ്യൂറിങ് മീൽ.